ഇപ്പോൾ അടുത്തതായി വരുന്നു നമ്മുടെ സ്കൂളിലെ ഏറ്റവും മിടുക്കനായ സ്റ്റുഡന്റായ വീറും പിന്നെ അവന്റെ ഗ്രൂപ്പും. വീർ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്യൂ. പക്ഷേ ഇന്നേ വരെ അവന്റെ ഡാൻസിങ് ടാലന്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. എങ്കിൽ ശരി, നമുക്കെല്ലാവർക്കും ചേർന്ന് കാണാം. സാർ, ആ ജിൻഡു എന്റെ കൂടെ ഓൾറെഡി ഒരു ഡാൻസ് കളിച്ചതാ. ഒരാൾക്ക് എങ്ങനെ രണ്ട് ടീമിൽ ഡാൻസ് കളിക്കാൻ പറ്റുക? ഇത് റൂളിന് എതിരാണ് സാറേ. ഓ, യു ആർ റൈറ്റ്. വീർ, നിന്റെ ടീമിൽ ചിണ്ടുവിന് ഡാൻസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ ബണ്ടിയുടെ ടീമിൽ ഡാൻസ് ചെയ്ത് കഴിഞ്ഞു. ഒരു പാർട്ടിസിപ്പന്റിന് രണ്ട് ടീമിൽ പങ്കെടുക്കുവാൻ കഴിയില്ല. അവൻ എനിക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ തന്ന് എന്നെ കൊണ്ട് റിഹേഴ്സൽ ചെയ്യിപ്പിച്ചു. അങ്ങനെ കൂടെ ഡാൻസും കളിപ്പിച്ചു. അവന്റെ കൂടെ ഡാൻസ് കളിച്ചാ പിന്നെ വീറിന്റെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവൻ പറഞ്ഞില്ല. ജിൻഡു, നിന്റെ ചോക്ലേറ്റിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് നിന്റെ കൂട്ടുകാരെ നീ മറന്നു. ഐ എം സോറി വീർ, വെരി വെരി സോറി. അത് സാരമില്ലല്ലോ, സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനി എവിടെയെങ്കിലും പോയിരുന്ന് ഡാൻസ് കണ്ട് എൻജോയ് ചെയ്. താങ്ക് യു വീർ. ഡിയർ സ്റ്റുഡൻസ്, ഈ ഡാൻസ് കോമ്പറ്റീഷൻ വിജയിച്ചിരിക്കുന്നത് ആരാണെന്ന് ഗസ് ചെയ്യേ. ഈ ഡാൻസ് കോമ്പറ്റീഷനിലെ യഥാർത്ഥ വിജയി വീറും അവന്റെ കൂട്ടുകാരുമാണ്. ഞാൻ ഈ ട്രോഫി വാങ്ങാൻ എന്റെ കൂട്ടുകാരെ സ്റ്റേജിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്കും ഈ ട്രോഫിയിൽ അവകാശമുണ്ട്. വരൂ കൂട്ടുകാരെ, സ്റ്റേജിലേക്ക് വരൂ. ജിൻഡു, ഞാൻ പറഞ്ഞത് എന്റെ കൂട്ടുകാരെ വരാനാണ്. നീ ഒരു പക്ഷെ എന്റെ കൂടെ ഡാൻസ് ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ കൂടെയാണല്ലോ നീ റിഹേഴ്സൽ ചെയ്തത്. അത് മാത്രല്ല, നീ എനിക്ക് എപ്പോഴും ഒരു കൂട്ടുകാരനായിരിക്കും. ഇങ്ങോട്ട് വരൂ. Crash landing! Veer! Oh, Veer! I am so happy. നീ പഴയതുപോലെയായി. I am also happy. I am also happy. ഇവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. ഒറ്റ സെക്കൻഡ് ഞാൻ ഇവനെ ശരിയാക്കാം. ചില്ലറക്കാരനല്ല വീർ, നീ തന്നെ അവനെ നോക്ക. ഈ റോബോട്ടുകൾക്ക് മമ്മിയൊക്കെ ഉണ്ടോ? വീർ, ഐ എം സോ ഹാപ്പി. നിനക്ക് എല്ലാം ഓർമ്മ വന്നല്ലോ. വരൂ, നമുക്ക് അപ്പൂപ്പനോട് പോയി പറയാം. എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞു. നിങ്ങളുടെ ഇടയിലുള്ള സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഫലമായിട്ടാണ് വീർ ഇപ്പോ പഴയതുപോലെ ആയത്. എടാ, നീ ആരാണെന്നുള്ള കാര്യം നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞില്ലടാ. എന്നിട്ട് നീ എന്തിനാ എന്നോട് പിന്നെയും ചോദിക്കുന്നത്? എടാ വീർ, നിന്നെ ഞാൻ പിന്നീട് എടുത്തോളാം. എടാ, ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ ടിംബക്ടു. തിരിഞ്ഞു നോക്കാതെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടൂ.
യു ആർ വെൽക്കം എമിലി. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ തിരിച്ചു പുറത്തേക്ക് പോകുന്നത്? ഹിൽ സീക്കിംഗ് ഡിവൈസ് ഓൺ. ഇത് എന്റെ കാലിന്റെ അടയാളമാണല്ലോ. ഇത് ഫോളോ ചെയ്ത് പോയാൽ തന്നെ പുറത്തേക്ക് പോകാവുന്നതാണ്. ചിണ്ടു എന്റെ കൂട്ടുകാരാ, ഒരൊറ്റ പ്രാവശ്യം നിന്റെ തലക്കിട്ട് ഒരു അടി അടിക്കാൻ എന്നെ ഒന്ന് സമ്മതിക്കേ. പിന്നെ നോക്ക, നിനക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. എമിലിയും വീറിനെയും കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. ചുൾബുൾ, ഞങ്ങൾ വളരെ സേഫായി ഇവിടെ എത്തിക്കഴിഞ്ഞു. വീർ, നീ വന്നോ? ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ചിണ്ടുവിന് നമ്മളെ ആരെയും ഓർമ്മയില്ലെന്നേ. അവന്റെ തലക്കിട്ട് ഒരു അടി കൊടുക്കാനും സമ്മതിക്കുന്നില്ല. നമുക്കിപ്പോ ആദ്യം പുറത്തേക്ക് പോകാം. അല്ല, നിങ്ങളൊക്കെ ആരാ? ഈ കഴുത കുറെ നേരം കൊണ്ട് പുറകെ വന്നോണ്ടിരിക്കുക. നീ ഇവന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇവനെ വിളിച്ചോണ്ട് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവനെ. വീർ വീർ, നമ്മളിവിടെ എന്ത് ചെയ്യാ? എമിലിയെ ഡിംബക്ടു അല്ലേ കടത്തിക്കൊണ്ടുപോയത്? ഇപ്പൊ ഞാൻ നിനക്കൊരു സൂപ്പർ ചവിട്ട് തന്നിട്ട് പിന്നെ പറഞ്ഞു തരാം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. വീർ വീർ, അവൻ എന്താ പറ്റിയത്? ഈ ചുൾബുൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? എനിക്കിപ്പോ കാണിച്ചു തരടാ തടിയാ. റോബോബോയ്, കളിയും കഴിഞ്ഞു, കാശും കയ്യിലായി. ഇല്ല, നിനക്ക് പൈസയും കിട്ടില്ല, ഗെയിം ഓവർ ആവേയില്ല. എക്സ്ട്രാ പവർ ഓൺ. ഇമിലി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല വീർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, വാ, നമുക്ക് ആ കാറ് കളനെ നല്ലൊരു പാഠം തന്നെ പഠിപ്പിക്കാം. നോ 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 നോ, റോബോ മോനെ, അത് ഞെക്കി എന്നെ പൊക്കരുത്. പറയുന്നത് കേൾക്ക് മോനെ. വേണ്ട വേണ്ട, നിർത്ത് നിർത്ത്. ഞാൻ സറണ്ടർ ആകാം, ഞാൻ സറണ്ടർ ആകാം. ഞാനിനി ഒരിക്കലും മോഷ്ടിക്കില്ല, ഞാനിനി ഒരിക്കലും മോഷ്ടിക്കില്ല. ഞാൻ സറണ്ടർ ആകാം. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും കാണില്ല. വീർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? താങ്ക്സ് ഇമിലി, എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ സിലിണ്ടർ ഭൂമിയിലേക്ക് വീഴാതെ നോക്കിക്കോണം. അങ്ങനെ വീണാൽ നമ്മുടെ ഫുർസത്ത് ഗഞ്ച് മുഴുവൻ നശിച്ചു പോകും കേട്ടോ. അത് നമ്മുടെ റോബോ ബോയ് ആണല്ലോ. അവന് പുറകെ വരുന്നതാരാ? വീർ, ആ സിലിണ്ടർ ഒരിക്കലും താഴേക്ക് വീഴരുത്. എന്തെങ്കിലും ചെയ്ത് നീ അതിനെ തടഞ്ഞു നിർത്ത്. എത്രയും വേഗം അതിനെ പിടിക്കും വീർ. ശരി അപ്പൂപ്പ. എന്റെ ശരീരത്തിൽ നിന്ന് ഇപ്പോ മിന്നൽ പ്രൊജക്ട് ചെയ്യണില്ലല്ലോ. അയ്യോ, ഇമിലി, ചുൾബുൾ, വേഗം വാ, നമുക്ക് തിരിച്ചു പോകാറായി. ചിണ്ടു, ബണ്ടി നമ്മുടെ ഒരുപാട് രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അവൻ മനസ്സിലാക്കിയതെല്ലാം മറന്നു പോകണം. അവൻ എവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത്, അങ്ങോട്ട് തന്നെ തിരിച്ചയക്ക്. അപ്പൂപ്പ അപ്പൂപ്പ, അമ്മ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്വീറ്റ് കൊടുത്തുവിട്ടിട്ടുണ്ട്. കണ്ടോ വീർ, മഴ പെയ്യുന്നു. ഇപ്പൊ നമുക്ക് മഴവെള്ളത്തിൽ പേപ്പർ ബോട്ട് വിട്ട് കളിക്കാം. പിന്നെ ചുൽബുൾ, നമുക്ക് ആ ക്യാരറ്റ് ഡാൻസ് കളിക്കണ്ടേ? ക്യാരറ്റ് ഡാൻസ് അല്ല ഇമിലി, റെയിൻ ഡാൻസ്.
നിങ്ങൾ റെയിൻ ഡാൻസ് കളിച്ചോ, ഞാൻ ക്യാരറ്റ് കഴിച്ചിട്ട് ക്യാരറ്റ് ഡാൻസ് കളിക്കാൻ പോവുക.